സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് പാൻ കാർഡ് ഉണ്ട്. പാൻ കാർഡിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിഴ നൽകേണ്ടി വരികയോ സാമ്പത്തിക ഇടപാടുകൾ തടസ്സപ്പെടുകയോ ചെയ്യും. ഇത്തരത്തിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാന അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ് അഥവാ പാർലമെന്റ് അക്കൗണ്ട് നമ്പർ. ആദായ നികുതി വകുപ്പാണ് പാൻ കാർഡ് നമുക്ക് നൽകുന്നത്. പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായാലും വീടും ഓഹരിയും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ ഇന്ന് പാൻ കാർഡ് ആവശ്യമാണ്. നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ ഓരോ നികുതിദായകനും നൽകുന്ന ഈ നമ്പർ ഓരോരുത്തർക്കും വ്യത്യസ്തമായി. ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്തുണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ലഭിക്കുന്ന പാൻ നമ്പർ രാജ്യത്ത് വേറെ ആർക്കും ഉണ്ടാകില്ല. പാൻ കാർഡ് നൽകുന്നതിലൂടെ ഓരോ നികുതിദായകന്റെയും സാമ്പത്തിക ഇടപാടുകൾ ക്രോഡീകരിച്ച് അവലോകനം ചെയ്യാൻ ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ കമ്പനികളുടെയും പേരുള്ള പാൻ കാർഡ് നമ്പറിൽ അവരുടെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ നികുതി സംബന്ധമായ എല്ലാ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ പരിശോധിക്കാം. മാത്രമല്ല നികുതി വെട്ടിപ്പുകൾ തടയുവാനും സാധിക്കും. അനധികൃതമായ പണമിടപാടുകൾ തടയുവാൻ ഈ പാൻ കാർഡ് സഹായിക്കും. പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് നിർബന്ധമാണെന്ന് ഇന്ന് പലർക്കും അറിയില്ല. 50,000 രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ ഈ പാൻ കാർഡിന്റെ ആവശ്യം വരും. ഇനിയിപ്പോൾ 50,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും ഈ പാൻ കാർഡിന്റെ ആവശ്യം വരുന്നതാണ്. ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള നിക്ഷേപ പദ്ധതിക്കോ അപേക്ഷിക്കുന്ന പാൻ കാർഡ് നമുക്ക് ആവശ്യമാണ്. 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വരുന്ന സ്ഥലം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ പാൻ കാർഡിന്റെ ആവശ്യം. ഒരു വ്യക്തിക്ക് പാൻ കാർഡ് നൽകി കഴിഞ്ഞാൽ അത് പുതുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാൻ കാർഡ് 2.0 കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും മുൻപ് നൽകിയ പാൻ കാർഡ് നമ്പർ തന്നെയാണ് പുതിയതിലും ഉണ്ടാവുക. ഒരു പാൻ കാർഡ് റദ്ദാവുക ആ പാൻ കാർഡ് ഉടമയുടെ മരണത്തോടു കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നു എന്നുള്ള സന്ദേശങ്ങൾ എത്തുമ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴരുത്. ഇനിയിപ്പോൾ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമത്തിലെ ലംഘനമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരും. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ 1961 ആദായ നികുതി നിയമം സെക്ഷൻ 272B പ്രകാരം ആദായ നികുതി അവർക്ക് എതിരെ നടപടി ആരംഭിക്കുന്നതാണ്. ഈ നിയമപ്രകാരം 10,000 രൂപ മുതൽ 15,000 രൂപ വരെ പിഴ. ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.